ആലപ്പുഴയിൽ ജി സുധാകരന്റെ ഓഫീസിലേക്ക് MLA ഓഫീസിലേക്ക് ഇപ്പോൾ CPM-ന്റെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകരുമായി പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി തർക്കമുണ്ടായിരുന്നു. ജി സുധാകരനുമായി തർക്കവും നേരിയൊരു സംഘർഷം അവിടെ ഉണ്ടാകുന്നതൊക്കെ ചില ദൃശ്യങ്ങൾ വന്നതാണ്. CPM ജി സുധാകരനെ രാഷ്ട്രീയമായി നേരിടുക എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. പരസ്യമായ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി. CPM രാഷ്ട്രീയമായി പരസ്യമായി തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങുകയാണ് ജി സുധാകരനെതിരെ. ഇപ്പോൾ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പരസ്യമായ നിലപാടിലേക്ക്, പരസ്യമായ പ്രതിഷേധത്തിലേക്ക് CPM എത്തുന്നത് എന്താണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷവും സാഹചര്യവും? രതീഷ്, ജി സുധാകരൻ CPM വിട്ടതിന് ശേഷം പല ഘട്ടത്തിലായിട്ട് ജി സുധാകരനെതിരെ CPM പരസ്യമായ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് അദ്ദേഹത്തിന്റെ ജി സുധാകരന്റെ സഹോദരനായ ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് CPM മാർച്ച് സംഘടിപ്പിച്ചത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ വിജയിച്ചു. ഇതിനുശേഷം അങ്ങനെ ഒരു പരസ്യമായ പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ജി സുധാകരനും ജില്ലയിലെ CPM നേതാക്കളും തമ്മിൽ കൊണ്ടും കൊടുത്തും പ്രസ്താവന നടത്തിയിരുന്നു. ഏറ്റവും അവസാനം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയാണ് ജി സുധാകരൻ പ്രസ്താവന നടത്തിയത്. അതായത് ആ പാർട്ടി വിട്ടുപോയ വിമതർ തിരിച്ചു വരണമെന്ന MV ജയരാജന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി MV ഗോവിന്ദൻ സംസാരിച്ചപ്പോൾ ജി സുധാകരന്റെ പേരും പരാമർശിച്ചിരുന്നു. അതിനെതിരെയാണ് അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. MV ഗോവിന്ദൻ പാർട്ടി വിടുന്നതാണ് CPM-ന് നല്ലത്, അല്ലെങ്കിൽ അയാൾ രാജിവെച്ചു പോകണം. അത്തരത്തിലായിരുന്നു ജി സുധാകരന്റെ വിമർശനം. ഇതിനെതിരെ CPM-ന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വീണ്ടും CPM-ഉം ജി സുധാകരനും നേർക്ക് വന്നു. അതിൽ പ്രധാനം ഒന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ DYFI നൽകുന്ന പൊതിച്ചോറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രസ്താവനയായിരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടികൾ വെക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജ് വിട്ടുകൊടുക്കരുത്, അവിടെ ഭക്ഷണം വിതരണം ചെയ്തത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതായിരുന്നു ജി സുധാകരന്റെ പ്രസ്താവന. അതിനെതിരെ DYFI രംഗത്തിന് വന്നിരുന്നു. ഏറ്റവും ഒടുവിലായി ഇന്നലെ അമ്പലപ്പുഴ നീർക്കുന്നം സർക്കാർ LP സ്കൂളിൽ ജി സുധാകരൻ അവിടെ അഴിമതി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു പരാതി ലഭിക്കുന്നു. അതായത് അവിടെ കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ട്. കെട്ടിട നിർമ്മാണത്തിന്റെ മറവിൽ സ്കൂളിൽ നിന്ന് മണൽ കടത്തുന്നു അടക്കമുള്ള പരാതി അദ്ദേഹത്തിന് ലഭിച്ചു. അതന്വേഷിക്കാൻ വേണ്ടി ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി ജി സുധാകരൻ അവിടെ എത്തി. അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് സ്കൂളിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ സമയത്ത് പഞ്ചായത്തിലുണ്ടായിരുന്ന CPM അംഗങ്ങളും പഞ്ചായത്ത് സെക്രട്ടറിക്കൊപ്പം സ്കൂളിലെത്തി ജി സുധാകരനുമായി വാക്കേറ്റമുണ്ടാക്കി. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് CPM-ന്റെ നേതൃത്വത്തിൽ ജി സുധാകരൻ അമ്പലപ്പുഴ MLA എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ആയി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ പഴയ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതുപോലെ നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്. പ്രവർത്തകർ മാർച്ചായി വന്ന് ഓഫീസിന് ഒരു 50 മീറ്റർ മുമ്പ് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. അവിടെ വെച്ച് ബാരിക്കേഡ് തള്ളിയിടാൻ വേണ്ടി പ്രവർത്തകർ ചെറിയ രീതിയിലുള്ളൊരു ശ്രമം നടത്തി. പിന്നീട് നേതാക്കൾ ഇടപെട്ട് അവരെ ശാന്തരാക്കുകയായിരുന്നു. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് CPM-ന്റെ അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറിയാണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി, അമ്പലപ്പുഴ മുൻ MLA H. സലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ ജി സുധാകരനെതിരെ MLA ആയതിനു ശേഷം പരസ്യമായ ആദ്യത്തെ ഒരു പ്രതികരണമാണ്, പരസ്യമായ ഒരു പ്രതിഷേധ പ്രകടനമാണ്. അപ്പോൾ ജി സുധാകരൻ CPM എന്ന ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണ് ആലപ്പുഴയിൽ.